നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് മഹീന്ദ്രയുടെ മരാസോ ആണ്. മരാസോ വാഹനങ്ങളെ പറ്റി നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇത് വണ്ടി നമുക്ക് ഇന്നോവ അല്ലെങ്കിൽ അത്രയും സ്പേസും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ വരുന്നുണ്ടെങ്കിലും റേറ്റ് വെച്ചിട്ടും വളരെ റേറ്റ് കുറവിൽ നമുക്ക് ഈ വാഹനം സ്വന്തമാക്കാം. പിന്നെ പവർ ഇന്നോവയുടെ അത്രയും പവർ വരില്ലെങ്കിലും പവർ കുറച്ച് കുറവാണ്, എന്നാലും നല്ല മൈലേജ് കിട്ടും. വണ്ടിക്ക് നിലവിൽ ഇതിൻ്റെ ഓഡോമീറ്റർ കാണിക്കുന്ന മൈലേജ് വെച്ചിട്ടുണ്ടെങ്കിൽ 19.5 കിലോമീറ്ററാണ് മൈലേജ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം വണ്ടിയുടെ ആ ഒരു എഫിഷ്യൻസി. ഇത് 2019 ഇതിൻ്റെ മോഡൽ വന്നിരിക്കുന്നത്. 19 മോഡൽ വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് നിൽക്കുന്ന വണ്ടിയാണ്. പിന്നെ M2 എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നതാണ്. M2 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ വണ്ടി ബേസ് മോഡലാണ് വന്നിരിക്കുന്നത്. പക്ഷേ ബേസ് മോഡലാണെങ്കിലും എക്സ്ട്രാ ആയിട്ട് ചെയ്തേക്കുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് കമ്പനി അലോയ്സ് ഈ വണ്ടിയിൽ വരുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് സെൻട്രലൈസ്ഡ് എസിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി എക്സ്ട്രാ ആയിട്ട് കുറച്ച് ക്രോമിയം ഫിനിഷിങ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. സൈഡിലായാലും ബാക്കിലായാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഗ്രിൽസൊക്കെ ശ്രദ്ധിക്കാം. ഇതൊക്കെ എക്സ്ട്രാ ചെയ്തിട്ട് വണ്ടി നമുക്കൊരു M4 M6 ആ ഒരു കാറ്റഗറിയിലേക്ക് വണ്ടി ഇപ്പോൾ നിലവിൽ മാറ്റിയിട്ടുണ്ട്. അതൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ ഇരിക്കുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ഈ ഫുൾ ഡീറ്റെയിലേക്ക് പോയേക്കാം. കാരണം ഈ ഒരു വാഹനം നമുക്കറിയാം, ഇപ്പോൾ ടാക്സി ഓടുന്ന ആൾക്കാരായാലും അല്ലെങ്കിൽ ലോങ് പോകുന്ന ആൾക്കാരൊക്കെ ആയാലും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ് ഈ മഹീന്ദ്രയുടെ മരാസോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എഫിഷ്യൻസി തന്നെയാണ് മെയിൻ കാരണം. പിന്നെ മാത്രമല്ല വണ്ടി കാര്യമായിട്ടുള്ള കംപ്ലയിൻസോ കാര്യങ്ങളൊന്നും നമുക്ക് ഈ മരാസോ വാഹനങ്ങൾ കാണിക്കാറില്ല. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഫുൾ ഡീറ്റെയിലേക്ക് പോയേക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റിംഗ് കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു മഹീന്ദ്രയുടെ മരാസോ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ വണ്ടി 2019 മോഡൽ നിൽക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ വണ്ടീനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൈഡിലൊക്കെ നോക്കാം. ഇത് M2 എന്നുള്ള ഓപ്ഷൻ വന്നേക്കണം. M2 ആണെങ്കിൽ നമുക്കിവിടെ എക്സ്ട്രാ ചെയ്തേക്കണം കാണാൻ പറ്റും. സൈഡ് സ്റ്റെപ്പ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഡോറിൽ വന്നേക്കണം ആ ഇൻസേർട്ട് നമുക്ക് കാണാൻ പറ്റും. ക്രോമിയം ഫിനിഷ് വരുന്നുണ്ട്. ബാക്കിലേക്ക് വരുമ്പോഴും നമുക്ക് ആ ഒരു നമ്മൾ M6നും ഒക്കെ കണ്ടേക്കണം ആ ഒരു ക്രോമിയം ഫിനിഷും സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. കൂടാതെ തന്നെ എക്സ്ട്രാ ആയിട്ട് കാരിയർ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആണോ അലോയ്സ് ശ്രദ്ധിക്കാം. കമ്പനി അലോയ്സാണ് ഈ വാഹനത്തിന് വന്നേക്കണേ. നമുക്കിനി ഫ്രണ്ട് പോർഷനിലേക്ക് വരാം. ഫ്രണ്ട് പോർഷനിലേക്ക് വരുമ്പോൾ ഇവിടെയും നമുക്ക് ഫ്രണ്ടിലുള്ള ലാമ്പിൻ്റെ ആയാലും ടെയിൽ ലാമ്പിൻ്റെ ഫോഗ് ലാമ്പിൻ്റെ ആയാലും ആ ഒരു ഇൻസേർട്ടൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. കേട്ടോ ഗ്രില്ലൊക്കെ ശ്രദ്ധിക്കാം. വാഹനത്തിൻ്റെ ടോപ്പ് വ്യൂയിലേക്ക് പോയേക്കാം. കാരിയറൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ സൈഡ് പോർഷനിലേക്കൊന്ന് പോയേക്കാം. ഇതാണ് വാഹനത്തിന് സൈഡ് പോർഷൻ വരുന്നത്. നല്ല ക്വാളിറ്റി നിൽക്കുന്ന സൈഡ് പോർഷൻ നമുക്ക് കാണാൻ പറ്റും. നല്ല ഗ്രിപ്പൊക്കെ ടയേഴ്സ് ഒക്കെ ഉണ്ട്. അലോയ്സ് ആയാലും പക്ക കണ്ടീഷൻ നിൽക്കുന്ന അലോയ്സ് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഫ്രണ്ട് പോർഷനിലേക്ക് വരാം. ഇവിടെ ബോണറ്റ് നോക്കാം. ബോണറ്റ് ആയാലും യാതൊരു സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളൊന്നും ബോണറ്റിൽ കിട്ടുന്നില്ല. ഫ്രണ്ടിൽ ഗ്ലാസ് നോക്കാം. ഗ്ലാസ് നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഗ്ലാസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതേപോലെ ലാമ്പിലേക്ക് വരാം. ലാമ്പായാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ലാമ്പ് കിട്ടുന്നുണ്ട്. ഫോഗ് ലാമ്പ് നോക്കാം. നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു. ബമ്പേഴ്സിലേക്ക് വരാം. ബമ്പേഴ്സ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ബമ്പേഴ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ ലാമ്പിലേക്ക് വരാം. ഈ ലാമ്പായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. താഴത്തെ ഫോഗ് ലാമ്പും നല്ല വൃത്തി തന്നെ ഇരിക്കുന്നുണ്ട്. നമുക്ക് ഇവിടുത്തെ വീലാസിലേക്ക് നോക്കാം. ഈ വീലാസായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന വീലാസ് കാണാൻ പറ്റും. നല്ല ഗ്രിപ്പും ടയേഴ്സ് ഒക്കെ അലോയ്സും നമുക്ക് ശ്രദ്ധിക്കാം. സൈഡ് പോർഷനിലേക്ക് വരാം. ഇവിടെ നമുക്ക് ക്രോമിയം കവറിങ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. സൈഡിൽ നമുക്ക് ക്രോമിയം ഇൻസേർട്സ് വരുന്നുണ്ട്. ഡോറിന് താഴെ നമുക്ക് ഫുഡ് സ്റ്റെപ്പ് വരുന്നുണ്ട്. അതേപോലെ തന്നെ സൈഡിലെ പോർഷനൊക്കെ നോക്കാം. മുകളിൽ ഞാൻ പറഞ്ഞ തന്നെ കാരിയറിൻ്റെ സംഭവങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ വീലാസിലേക്ക് വരാം. ഈ വീലാസും നല്ല നീറ്റായിട്ടിരിക്കുന്നു. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. നല്ല ഗ്രിപ്പില്ല, ഗ്രിപ്പ് കുറച്ച് കുറവാണ്. അലോയ്സ് നോക്കാം. അലോയ്സ് നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. നമുക്ക് ബാക്കിലേക്ക് വരാം. ബാക്കിലേക്ക് വരുമ്പോൾ ഇവിടെ ഡിഫോക്കസ് വരുന്നില്ല. ഗ്ലാസ്സിന് കുഴപ്പമൊന്നുമില്ല. ലിഡായാലും നീറ്റായിട്ടിരിക്കുന്നു. M2ൻ്റെ ബാഡ്ജിങ് നിൽക്കുന്നുണ്ട്. ഇവിടുത്തെ വീലാസ് നോക്കാം. ഈ വീലാസും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന വീലാസ് കാണാൻ പറ്റും. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. രണ്ട് ഡോറായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. ഡോറിന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സും പരിചയപ്പെടാം. നമുക്ക് ഡുവൽ ടോണിൽ വന്നിരിക്കണ ഡോർ പാഡ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഇൻറ്റീരിയേഴ്സ് നോക്കുകയാണെങ്കിൽ സീറ്റ്സൊക്കെ നോക്കാം. സീറ്റ്സിൽ എക്സ്ട്രാ സീറ്റ് കവേഴ്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ M2 ആയതുകൊണ്ട് നമുക്ക് സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസും നമുക്ക് വരുന്നില്ല. ഡാഷ്ബോർഡ് നോക്കാം. എയർ ബാഗ് സപ്പോർട്ട് വരുന്നുണ്ട്. കേട്ടോ അതേപോലെ എക്സ്ട്രാ ആയിട്ട് ആൻഡ്രോയിഡ് മ്യൂസിക് സിസ്റ്റം നമുക്ക് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. 82,000 കിലോമീറ്റർ വണ്ടി ഓടിയേക്കണം. അതേപോലെ മാനുവൽ ട്രാൻസ്മിഷൻ വന്നേക്കണം. സീറ്റ്സ് നോക്കാം. റിയർ സീറ്റ്സ് നോക്കാം. ക്യാപ്റ്റൻ സീറ്റ്സ് വന്നേക്കണം. റൂഫായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന റൂഫും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് എക്സിറ്റ് അടിക്കാം. അതിനുശേഷം പാസഞ്ചർ സൈഡിലേക്ക് പോയേക്കാം. ഡോറിന് ഓപ്പൺ ചെയ്യാം. ഡോർ പാഡ്സ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഡോർ പാഡ്സ് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ സീറ്റ്സ് നോക്കാം. സീറ്റ്സ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന സീറ്റ് കവേഴ്സൊക്കെ ഇട്ട് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ക്യാപ്റ്റൻ സീറ്റ്സ് ആണ്. നമുക്ക് മിഡിൽ കൂടി വാക്ക് ചെയ്ത് തേർഡ് റോയിലേക്ക് പോകാം. 3 പേർക്കൊക്കെ ഇരിക്കാം കേട്ടോ. കുഴപ്പമില്ലാത്ത രീതിയിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിരിക്കാം. 2 പേർക്ക് ആവശ്യമായിട്ട് ഇരിക്കാം. അതേപോലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സെൻട്രലൈസ്ഡ് AC വരുന്നുണ്ട്. അപ്പോൾ ബാക്കിലിരിക്കുന്ന ആൾക്കാർക്കും കൂളിങ്ങിന് യാതൊരു പ്രശ്നവും വരുന്നില്ല. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു ഇൻറ്റീരിയർ പോർഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സിലുള്ളത്. ഇനി നമുക്ക് വാഹനത്തിൻ്റെ ബോണറ്റ് നപ്പിയാം. അതേപോലെ ബൂട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് വാഹനത്തിൻ്റെ എൻജിൻ റൂം.
ഞാൻ വളരെ സ്ലോയിൽ മൂവ് ചെയ്യാം, എന്തെങ്കിലും രീതിയിലുള്ള ഡാമേജ് ഒക്കെ നമുക്കിവിടെ നോക്കാം. കേട്ടോ, അതേപോലെ തന്നെ ബാറ്ററി ഒക്കെ നോക്കാം. ബാറ്ററി ഒന്നും ലാഗൊന്നുമില്ല, പവർഫുൾ ബാറ്ററി തന്നെ വന്നേക്കണേ. എഡ്ജസ് ഒക്കെ ശ്രദ്ധിക്കാം, പേസ്റ്റിംഗ് ഒക്കെ എന്തെങ്കിലും പ്രശ്നമൊക്കെ നോക്കാവുന്നതാണ്. വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നോക്കണമെങ്കിൽ ഒന്നുകൂടി വിശദമായിട്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും. കേട്ടോ, അതേപോലെ തന്നെ ലിഡിലേക്ക് പോയേക്കാം. ലിഡായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ആ ഒരു ലിഡ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമിൽ നിന്ന് കാണിക്കാനുള്ളത്. പയ്യെ നമുക്കിനി ബൂട്ടിലേക്കൊന്ന് പോയേക്കാം. ബൂട്ടിൽ എന്താണ് അവസ്ഥ ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ കീ വരുന്നത്. ലോങ് പ്രസ് ചെയ്താൽ നമുക്കിവിടെ ഓപ്പൺ ആക്കി എടുക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് ബൂട്ട് സ്പേസ്. കുഴപ്പമില്ലാത്ത ബൂട്ടുണ്ട്, വലിയ കാര്യമായിട്ട് സ്പേസ് ഒന്നുമില്ല. പക്ഷേ നമുക്ക് ഇതൊക്കെ ഡൗൺ ചെയ്യാനുണ്ടെങ്കിൽ ഇഷ്ടംപോലെ സ്പേസ് നമുക്ക് അങ്ങോട്ട് കിട്ടും. ഓക്കെ, അതേപോലെ നമുക്ക് എഡ്ജസ്റ്റിലേക്ക് പോയേക്കാം. എഡ്ജസ്റ്റ് എന്തെങ്കിലും രീതിയിലുള്ളൊരു ഡാമേജ് ഒക്കെ ഉണ്ടോ നോക്കാം. അതിനുണ്ട് അതേപോലെ ലിഡ് നോക്കാം. ലിഡായാലും നല്ല ക്വാളിറ്റി തന്നിരിക്കുന്ന ഒരു ലിഡ് നമുക്ക് ഈ വാഹനം തരുന്നുണ്ട്. കണ്ടോ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് നമുക്കിവിടെ കാണിക്കാനുള്ളത്. ഇനി നമുക്ക് സ്പെയർ വീലൂടെ നോക്കിയേക്കാം. സ്പെയർ വീൽ നോക്കാം. സ്പെയർ വീലിൽ ഗ്രിപ്പ് തീരെ ഇല്ല. ഇനി നമുക്ക് ഡോറിന് ക്ലോസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു മരാസ കണ്ടു കഴിഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ തന്നെ വണ്ടി M2 ആണെങ്കിലും സെൻട്രലൈസ്ഡ് AC നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അതുപോലെ തന്നെ കമ്പനി അലോയ്സും കാര്യങ്ങൾ വരുന്നുണ്ട്. എക്സ്ട്രാ ആയിട്ട് വന്നേക്കണം ഈ ഒരു ക്രോമിയം ഫിനിഷും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് വാഹനത്തിൻ്റെ റേറ്റിലേക്ക് പോയേക്കാം. റേറ്റിലേക്ക് പോകണമെങ്കിൽ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് ഡെയിലി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഈ ഒരു മഹീന്ദ്ര മരാസോ M2 2019 മോഡലിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6.25 ലക്ഷം രൂപയാണ്. വെറും 6.25 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് 7 സീറ്റർ വണ്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം. നെഗോഷ്യബിൾ പ്രൈസാണ്. ചെറിയ രീതിയിലൊക്കെ നെഗോസിയേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ലോൺ വേണമെങ്കിൽ ലോൺ ഫെസിലിറ്റിയും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു മരാസോൻ്റെ വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങളുടെ വീഡിയോസ് വരുന്നുണ്ട്. ഫോളോ ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോ കാണാം. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.